ഇപ്പോൾ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് വോട്ടപ്രദക്ഷിണവുമായി മനു മടപ്പാട്ട് കൂടി ചേരുകയാണ്. മനു, ഒരുപക്ഷേ കഴിഞ്ഞ 4 ദിവസങ്ങളിലെ യാത്രയിൽ തെരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ കൃത്യമായ ഒരു ചിത്രം ലഭിക്കുന്നുണ്ട്. എല്ലാ ആളുകളുടെയും വാക്കുകളിലൂടെ പുറത്തു വരുന്നുണ്ട്. ഈ നാട് എങ്ങനെയാണ് മാറിയത്, എങ്ങനെയാണ് വികസനത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് മാറിയതെന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും വോട്ടപ്രദക്ഷിണം ഇന്ന് ആറന്മുളയിലാണ്. മന്ത്രി വീണ ജോർജ്, അവിടുത്തെ ആറന്മുള LDF സ്ഥാനാർത്ഥി വീണ ജോർജ് കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും സിജു, ഞങ്ങളിങ്ങനെ ഇതാ ആറന്മുളയിൽ ഈ വോട്ട് പ്രദക്ഷിണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രചരണ വാഹനത്തിലാണ് ഇപ്പോൾ ഉള്ളത്, പര്യടന വാഹനത്തിലാണ്. ഇങ്ങനെ ഓമല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിലൂടെയാണ് ഇപ്പോൾ പര്യടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആവേശത്തോടെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും ഒക്കെ നിൽക്കുന്ന ആളുകളെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് മന്ത്രി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ സ്വീകരണം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ആളുകൾ എത്തുകയും മന്ത്രിയോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ച് ഇടപഴകുന്നതൊക്കെ കാണാൻ കഴിഞ്ഞു. ഞാൻ അധികം പറയേണ്ട, നമുക്ക് മിനിസ്റ്ററോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് മണ്ഡലം നൽകുന്ന ഒരു പ്രതികരണം എന്താണെന്ന്. മിനിസ്റ്ററെ, എങ്ങനെയുണ്ട് ഇപ്പോൾ പ്രചരണ വഴികളിൽ ആറന്മുള നൽകുന്ന ഒരു ആത്മവിശ്വാസം? 2021 ഭൂരിപക്ഷം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ലഭിക്കും. വളരെ വളരെ മികച്ച പ്രതികരണമാണ് ആളുകൾ നൽകുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ഈ സഞ്ചരിക്കുന്ന റോഡ് ഉൾപ്പെടെ നമ്മുടെ മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ റോഡ് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇപ്പം നമ്മൾ ഈ മെയിൻ റോഡാണ് കൈപ്പട്ടൂർ ഓമല്ലൂർ പത്തനംതിട്ട റോഡ്. നമ്മളവിടെ ഒരു ഇട റോഡിലോട്ട് തിരിയുകയാണ്. പക്ഷേ അതെ, ഒന്ന് ക്യാമറ ഒന്ന് കാണിച്ചു. ഈ ഇട റോഡിലോട്ട് തിരിയുമ്പോൾ നോക്കൂ, ആ ഇട റോഡ് പോലും BMBC നിലവാരത്തിൽ ടാർ ചെയ്ത റോഡുകളാണ്. അതായത് ഈ വികസനം, ഈ മാറ്റം, മിനിസ്റ്ററെ, അതിനാണോ വോട്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ എല്ലാ നമുക്ക് ഏറ്റവും കൂടുതൽ റോഡുകളുള്ള, അതായത് 387 കിലോമീറ്ററാണ് നമ്മുടെ മണ്ഡലത്തിലെ റോഡുകളുടെ നീളം. അപ്പോൾ അതിൽ ഒരു നല്ലൊരു ശതമാനം 80 റോഡുകൾ, മേജർ റോഡുകൾ നമുക്ക് BMBC ടാറിങ് ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. ആധുനിക നിലയിലുള്ള ടാറിങ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത്തവണ 2 തവണ വോട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇത്തവണത്തെ വോട്ട് ആ സ്റ്റേഡിയത്തിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജില്ലാ സ്റ്റേഡിയം നമുക്കിപ്പോൾ 50 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചിട്ടാണ് നമുക്കത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ഫേസാണ് പൂർത്തിയാക്കിയത്. അതിൽ പവലിയനും അതുപോലെ സിന്തറ്റിക് ട്രാക്കും നമ്മുടെ നീന്തൽക്കുളമൊക്കെ ഉൾപ്പെടെയുള്ള സെക്കൻഡ് ഫേസാണ് ഇൻഡോർ സ്റ്റേഡിയം. ആ ഒരു സോൺ തന്നെ മാറിപ്പോയി, മുഖം തന്നെ മാറി. വളരെ വളരെ. പക്ഷേ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ വികസനങ്ങളെ കുറിച്ചായിരുന്നു. പക്ഷേ മറുഭാഗത്ത് നോക്കൂ മിനിസ്റ്റർ, അവിടെ വിവാദങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അത് വ്യക്തിയധിക്ഷേപത്തിലേക്ക് വഴിമാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നാട് തിരിച്ചറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പ്രത്യേകിച്ചും സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്ന് പറയും, ഒന്നും സാരമില്ല കേട്ടോ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയും. ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങളുടെ മുന്നിലുള്ള ഈ വികസനമാണല്ലോ, അത് ആരെന്ത് കള്ളം പറഞ്ഞാലും അത് മാറ്റാൻ, ഞങ്ങളുടെ മുന്നിലുള്ള പ്രവർത്തനങ്ങൾ മാറ്റാനായിട്ട് കഴിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഈ പ്രദേശത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും ചിന്തിച്ചതല്ല ഇങ്ങനെ ഈ റോഡ് മാറുമെന്നുള്ളത്. ഈ കണക്റ്റഡ് റോഡ് മുഴുവൻ നമ്മൾ ഈ നിലയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ജനറൽ ആശുപത്രി, ആ ജനറൽ ആശുപത്രിയിൽ ഇന്ന് ഇതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. പണ്ടൊരു പനിക്ക് മരുന്ന് എഴുതുന്ന ഒരു ആശുപത്രിയായിരുന്നു. ഇന്ന് അവിടെ കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള മാറ്റം ഇവിടെ സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കണം. ഒറ്റ കാര്യം കൂടി, ഒരു മനഃപൂർവ്വം വളഞ്ഞിട്ട് കരുതിക്കൂട്ടി ഒരു ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കരുതുന്നുണ്ടോ? കാരണം മറ്റാർക്കും കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള അധിക്ഷേപങ്ങളായിരുന്നു മിനിസ്റ്റർക്ക് നേരെ ഒരു ഭാഗത്ത് നിന്ന് വന്നത്. തീർച്ചയായിട്ടും 5 വർഷം അത്തരത്തിലുള്ളൊരു വേട്ടയാടൽ എനിക്ക് നേരെ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് വളരെ വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നതും അതുതന്നെയാണ്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഫേക്ക് ഐഡികളിൽ നിന്നാണ് വന്ന് മോശം കമൻറ്റുകൾ പറയുക, സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുക, ഇതെല്ലാം ആ നിലയിലുള്ള ഒരു ആക്രമണത്തിൻ്റെ ഒരു ഭീകരമായ തുടർച്ചയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനൊക്കെയുള്ള മറുപടി ആറന്മുള കൊടുക്കും. തീർച്ചയായിട്ടും. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മറുപടി വോട്ടിലൂടെ എന്ന് ഉറക്കം വിളിച്ചു പറയുന്നൊരു സാഹചര്യം ഉണ്ടായി.
അപ്പോൾ ഒരുപാട് സന്തോഷം ഈ തിരക്കിനിടയിൽ സംസാരിച്ചു. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. അപ്പോൾ സിജു, നമ്മൾ ഇപ്പോൾ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് മിനിസ്റ്റർ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. അപ്പോൾ മനു, അതായത് നിങ്ങൾ മിനിസ്റ്ററുമായി LDF സ്ഥാനാർത്ഥിയുമായ വണ്ടിയിൽ സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു, പ്രേക്ഷകരടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് വളരെ സ്മൂത്തായ ഒരു യാത്രയാണ്. റോഡിനെ കുറിച്ച് പറയുകയല്ല, സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ഒരു 10 വർഷത്തിനു മുമ്പുള്ള കേരളത്തിലൂടെ ഈ സ്ഥാനാർത്ഥി പര്യടനത്തിന് പോകുമ്പോൾ ഈ വണ്ടികൾ ഇങ്ങനെ കുലുങ്ങി എവിടെയെങ്കിലും നിർത്തി പോകേണ്ട. ഇതിപ്പോൾ വളരെ സ്മൂത്തായി ഒരു ഹൈവേയിലൂടെ പോകുന്ന അതേ രീതിയിൽ തന്നെയായിരുന്നു ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മന്ത്രി പറഞ്ഞ വാക്കുകളല്ല, നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണിച്ചതല്ല, അതിനും അപ്പുറത്തേക്ക് ആ യാത്ര തന്നെ ഒരു ഫീൽ തന്നു. എങ്ങനെയാണ് കേരളം മാറിയെന്നുള്ളത്? തീർച്ചയായും സിജു, അതിലെന്താ സംശയം. ഞാനിപ്പോൾ പാറശാല മണ്ഡലം മുതൽ ഇപ്പോൾ ഇത് ആറന്മുളയിൽ എൻ്റെ യാത്ര എത്തി നിൽക്കുകയാണ്. ഒരു ഘട്ടങ്ങളിൽ പോലും ഞങ്ങൾക്ക് ഒരിടത്തും ഒരു യാത്രാ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം അത്രമാത്രം മികവുറ്റ റോഡുകളാണ് നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഹൈവേ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഹൈവേ ആയിക്കോട്ടെ, PWD റോഡുകളായിക്കോട്ടെ, അതല്ല ഇടവഴികളായിക്കോട്ടെ, എല്ലായിടങ്ങളിലും നമുക്ക് ആ ഒരു രീതിയിലുള്ള മികവുറ്റ മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. യാത്ര ഏറ്റവും മനോഹരമായിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ പത്തനംതിട്ടയിലേക്ക് വന്നപ്പോൾ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ആ സ്വീകരണത്തിന്റെ ആ ജനങ്ങളുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. തീർച്ചയായും ഞാൻ അവരിലേക്ക് പോസിറ്റീവ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കോട്ടൊന്ന് കയറിക്കോട്ടെ കേട്ടോ. ഇതാ മിനിസ്റ്റർക്ക് ഒരു സ്നേഹ സമ്മാനം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നോക്കൂ, മിനിസ്റ്ററെ പടമൊക്കെ വെച്ചിട്ട് ഒരു സ്നേഹ സമ്മാനം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു സിജു. അങ്ങനെ ആ ഒരു സ്നേഹം, ഇഷ്ടം, ആറന്മുളയുടെ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഇതാ ഇവിടെ ഇങ്ങനെ മിനിസ്റ്ററോട് ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആളുകൾ എത്ര സ്നേഹത്തോടെയാണ് സമീപിക്കുന്നത്, എത്ര ഇഷ്ടത്തോടെയാണ് ചേർന്ന് നിൽക്കുന്നത്. അതിപ്പോൾ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ തത്സമയം കാണുകയാണല്ലോ. ഇതിലപ്പുറമൊക്കെ എന്താണ് ഈ നാട് പറയാനുള്ളത്? നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇന്നലെ ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ട് ആളുകൾ പറഞ്ഞത്രേ, ഞങ്ങൾ ഇതിനെല്ലാം അതെ ചേട്ടാ ഒരു പടമൊക്കെ വരച്ച് മിനിസ്റ്റർക്ക് കൊടുക്കുകയായിരുന്നു അല്ലേ? എന്താണ് ആ സ്നേഹം? വീണ ജോർജിനോട് സ്നേഹം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഒപ്പം നിൽക്കുന്ന ആളാണ്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കൂടെ ഉണ്ടാകും. എല്ലാ ആവശ്യങ്ങളും കൂടെ ഉണ്ടാകും. ഞങ്ങളെ ഒരു സഹോദരനെ പോലെ കൂടെ നിർത്തുന്ന ആളാണ്. പിന്നെ ഈ സർക്കാരിൻ്റെ പ്രതിനിധി, ഈ സർക്കാർ പാവങ്ങളുടെ സർക്കാർ. ആ സർക്കാരിന് എപ്പോഴും നെഞ്ചോട് ചേർക്കുന്നത് നമ്മുടെ സർക്കാരാണ്. ഒരുപാട് ഇപ്പം നമ്മൾ ഈ സമീപകാലങ്ങളിൽ കാണുവാണെങ്കിൽ മിനിസ്റ്റർക്കെതിരെ ഒരുപാട് ആക്രമണങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. അതിനൊക്കെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു നേതാവ്. നിങ്ങളെല്ലാം കൂടെ ഉണ്ട്. ഞങ്ങൾ കൂടെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് ആ ഒരു സ്നേഹം നമുക്കുണ്ടാവും. സന്തോഷം. അപ്പോൾ സിജു, ഇതാണ് അവർ പറയുന്നത്. എത്രമാത്രം ആക്രമണങ്ങൾ ആര് വളഞ്ഞിട്ട് ആക്രമിച്ചാലും കൂടെ ഉണ്ടാകും ഈ ജനം എന്ന് വളരെ ഭംഗിയായി, വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്. ഇതാ ചേച്ചിമാരൊക്കെ ഉണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് മിനിസ്റ്റർ? പിന്നെ നല്ല മിനിസ്റ്റർ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഈ പ്രാവശ്യം വീണ ജോർജ് തന്നെ ജയിച്ച് ഒരു മാറ്റമില്ല, വൻ ഭൂരിപക്ഷത്തോടു കൂടി കൂടുതലുണ്ടാവും. ചേട്ടാ, തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷമായിരിക്കും ഈ പ്രാവശ്യം. ഇപ്പോഴേ ഉറപ്പിച്ചു 100% ഉറപ്പിക്കാവുന്ന ഒരു ഏർപ്പാടാണ് കാര്യം. ഒരു മാറ്റവും ഇല്ല. കാരണം ഈ 10 വർഷം കൊണ്ട് പത്തനംതിട്ട ജില്ലയ്ക്കുണ്ടായ നേട്ടങ്ങളെന്ന് പറയുന്നത് 50 വർഷം പോലും എടുത്താൽ നടക്കാത്ത കാര്യങ്ങളാണ് ഈ 10 വർഷം കൊണ്ട് നമ്മുടെ മിനിസ്റ്റർ നടത്തിയത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഇരട്ടി കൂടുതൽ ഭൂരിപക്ഷം ഈ പ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പിക്കുന്നു. ഇവിടുന്ന് വീണ ജോർജ് ജയിച്ചു പോകുമ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ 110 സീറ്റോട് കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അടുത്ത 5 വർഷവും ഭരിക്കും. സന്തോഷം. അപ്പോൾ കേട്ടില്ലേ, വീണ്ടും അതെ കേട്ടതാണ്. ആ ചേട്ടൻ പറഞ്ഞ് നമ്മൾ കേട്ടാണ്. ആറന്മുളയിൽ വീണ്ടും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വീണ ജോർജ് തന്നെ ജയിക്കും. കേരളം പിണറായി തന്നെ ഭരിക്കുകയും ചെയ്യും. വീണ്ടും തുടർഭരണം ഉണ്ടാകും. അതുതന്നെയാണ് ഇപ്പോൾ ആറന്മുളയിൽ നിന്നുള്ള വോട്ടപ്രദക്ഷിണത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ മനു മാടപ്പാട്ടാണ് നമ്മൾക്ക് പങ്കുവച്ചത്.